Good morning, children. I hope all of you are fine. ഫസ്റ്റ് ടോപ്പിക്സിൽ നിന്ന് തന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവരും പഠിച്ചു കാണുമല്ലോ. മാക്സിമം നമ്പർ ഓഫ് വൺ വേർഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ആക്ടിവിറ്റി ബുക്കിലേക്ക് എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. Now we are going to learn our next topic, guiding values of the Indian Constitution. Let us begin by understanding the overall philosophy of what our Constitution is all about. We can do this in two ways. We can understand it by reading the views of some of our major leaders on our Constitution. But it is equally important to read what the Constitution says about its own philosophy. This is what the preamble to the Constitution does. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓവറോൾ ഫിലോസഫിയെ കുറിച്ചാണ്. അപ്പോൾ അത് പഠിക്കാനായിട്ട് രണ്ട് വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള വ്യൂ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതും, രണ്ടാമത്തെന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വയം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫി എന്താണെന്നാണ് പറയുന്നത്, അത് മനസ്സിലാക്കുക എന്നുള്ളത്. അതാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ദ ഡ്രീം ആൻഡ് ദ പ്രോമിസ്. Some of you may have noticed a name missing from the sketches of the makers of the Constitution. ഇല്ലേ, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിൻ്റെയൊക്കെ പേരുകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, ഒരു പേര് മിസ്സായിട്ടുണ്ട് അല്ലേ? ആരുടെ പേരാ അത്? മഹാത്മാഗാന്ധിയുടെ പേരല്ലേ. He was not a member of our Constituent Assembly. Yet there were many members who followed his vision. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മെമ്പർ ആയിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വിഷൻ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ എവിടെ ഉണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. Years ago, writing in his magazine Young India in 1931, he had spelled out what he wanted the Constitution to do. അപ്പോൾ 1931 അദ്ദേഹത്തിൻ്റെ യങ് ഇന്ത്യ എന്ന് പറയുന്ന മാഗസിനിൽ അദ്ദേഹം എന്ത് എഴുതിയിട്ടുണ്ട്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ യഥാർത്ഥത്തിൽ എന്തായിരിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ട്. This dream of an India that has eliminated inequality was shared by Dr. Ambedkar, who played a key role in the making of the Constitution. But he had a different understanding of how inequalities could be removed. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മഹാത്മാഗാന്ധിയുടെ ഈ ഇന്നിക്വാളിറ്റി എലിമിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ആ വിഷനെ ഷെയർ ചെയ്യുന്ന വേറൊരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു, ഡോക്ടർ B.R. അംബേദ്കർ. നമ്മൾ പഠിച്ച് ഹി വാസ് ദ ചെയർമാൻ ഓഫ് അവർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുടെ അഭിപ്രായത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അതായത് ഇന്നിക്വാളിറ്റി എങ്ങനെ എലിമിനേറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചൊരു വ്യത്യസ്ത ചിന്താഗതിയാണ് ഡോക്ടർ B.R. അംബേദ്കർക്ക് ഉണ്ടായിരുന്നത്. ഹി ഓഫൺ ബിറ്റർലി ക്രിറ്റിസൈസ്ഡ് മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് വിഷൻ. In his concluding speech to the Constituent Assembly, he stated his anxiety very clearly. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ വിഷനെ പലപ്പോഴും ക്രിറ്റിസൈസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഡോക്ടർ B.R. അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള കൺക്ലൂഡിംഗ് സ്പീച്ചിൽ അദ്ദേഹത്തിൻ്റെ ആങ്സൈറ്റി ശരിക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺക്ലൂഡിംഗ് സ്പീച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. യു മസ്റ്റ് റീഡ് ദാറ്റ് സ്പീച്ച് ഓൾസോ. Finally, let us turn to Jawaharlal Nehru giving his famous speech to the Constituent Assembly at the stroke of midnight on 15th August 1947. അപ്പം ജവഹർലാൽ നെഹ്റു 1947 15th ഓഗസ്റ്റിൽ അത് കൊടുത്ത ഒരു ഫേമസ് സ്പീച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതും എല്ലാവരും വായിക്കണം. നെക്സ്റ്റ്, ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Values that inspired and guided the freedom struggle and were in turn nurtured by it formed the foundation for India's democracy. These values are embedded in the preamble of the Indian Constitution. They guide all the articles of the Indian Constitution. അപ്പോൾ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ആ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന കുറേ വാല്യൂസും കുറേ ഐഡിയാസും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് പ്രിയാമ്പിൾ ഗൈഡ് ഓൾ ദ ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആ പ്രിയാമ്പിളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വാല്യൂസാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള എല്ലാ ആർട്ടിക്കിൾസിലും ആ വാല്യൂസാണ് പ്രതിഫലിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻസ് വിത്ത് എ ഷോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് ബേസിക് വാല്യൂസ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബേസിക് വാല്യൂസിൻ്റെ ഒരു ഷോർട്ട് സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ്. ദിസ് ഈസ് കോൾഡ് ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ.
അതിനാണ് എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത്. Taking inspiration from American model, most countries in the contemporary world have chosen to begin their constitution with a preamble. നമ്മുടെ പ്രിയാമ്പിളിനെയാണ് പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഭരണഘടനയാണ് നമ്മളുടേത്. The preamble of the constitution reads like a poem on democracy. It contains the philosophy on which the entire constitution has been built. ഈ നമ്മുടെ പ്രിയാമ്പിളിൽ എന്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവനും എന്ത് ഫിലോസഫിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. It provides a standard to examine and evaluate any law and action of government to find out whether it is good or bad. It is the soul of the Indian Constitution. അപ്പോൾ preamble is the soul of the Indian Constitution. പ്രിയാമ്പിളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ വേർഡ്സും 1 by 1 ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. We the people of India. The Constitution has been drawn up and enacted by the people through their representatives and not handed down to them by a king or any outside powers. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഡ്രോൺ അപ്പ് ചെയ്തതും അത് രൂപപ്പെടുത്തിയെടുത്തതും അത് നടപ്പിലാക്കുന്നതും എല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ തന്നെയാണ്. നമുക്കത് പുറത്തുള്ള ഒരു ഔട്ട്സൈഡ് ഫോഴ്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു രാജാക്കന്മാരുടെ കയ്യിൽ നിന്നോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുള്ളതൊന്നും അല്ല എന്ത് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Sovereign. People have supreme right to make decisions on internal as well as external matters. No external power can dictate the government of India. Sovereign എന്ന് പറഞ്ഞാൽ എന്താ? പരമാധികാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം റൈറ്റ് ടു മേക്ക് ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ഉള്ളത്? അത് ജനങ്ങൾക്ക് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസാന ആൾക്കാരെന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. സോഷ്യലിസ്റ്റ്. Wealth is generated socially and should be shared equally by society. Government should regulate the ownership of land and industry to reduce socio-economic inequalities. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും തുല്യരായിരിക്കുന്ന ഒരു അവസ്ഥ അത് ഫോളോ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളുടേത്. വെൽത്ത് എന്ന് പറയുന്നത് സോഷ്യലി ജനറേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈക്വലി ഷെയർ ചെയ്യുന്ന വെൽത്ത് ആയിരിക്കണം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ടത്. എല്ലാ രീതിയിലുള്ള സോഷ്യോ ഇക്കോണമിക് ഇന്നിക്വാളിറ്റിയും റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അത് ഉറപ്പ് വരുത്തുന്ന ഒരു ടേമാണ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. സെക്യുലർ. സിറ്റിസൺ ഹാവ് കംപ്ലീറ്റ് ഫ്രീഡം ടു ഫോളോ എനി റിലീജിയൻ. മതേതരത്വം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏത് റിലീജിയനും ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നമുക്ക് നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. ബട്ട് ദെയർ ഈസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. Government treats all religious beliefs and practices with equal respect. Next one, democratic. A form of government where people enjoy equal political rights, elect their rulers, and hold them accountable. The government is run according to some basic rules. അപ്പോൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഭരണക്രമം പിന്തുടരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പബ്ലിക്. The head of the state is an elected person and not a hereditary position. നമ്മുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാ? പ്രസിഡന്റ് ആണ് അല്ലേ? അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഇലക്റ്റഡ് പേഴ്സൺ ആണ്. നമുക്കറിയാം ഒരു ഇലക്ടറൽ കോളേജാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഹെറിഡിറ്ററി ആയിട്ട്, അതായത് പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ഒരു സ്ഥാനമല്ല നമ്മുടെ രാഷ്ട്ര തലവനുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം എന്താണെന്ന് പറയുന്നത്? റിപ്പബ്ലിക് ആണെന്ന് പറയുന്നത്. ജസ്റ്റിസ്. Citizens cannot be discriminated on the grounds of caste, religion and gender. Social inequalities have to be reduced. Government should work for the welfare of all, especially of the disadvantaged groups. Justice, നീതി ഉറപ്പാക്കുക എന്നുള്ളത് എല്ലാ കാസ്റ്റിലും എല്ലാ റിലീജിയനിലും എല്ലാ ജെൻഡറിലും പെട്ട ആൾക്കാർക്ക് നീതി ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വാല്യൂ ആണ്. ലിബർട്ടി, സ്വാതന്ത്ര്യം. There are no unreasonable restrictions on the citizens in what they think, how they wish to express their thoughts and the way they wish to follow up their thoughts in action. അതായത്
അൺറീസണബിൾ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷനും നമ്മുടെ ചിന്താഗതിയിലോ അല്ലെ നമ്മുടെ തോട്ട്സ് അല്ലെ നമ്മുടെ ചിന്താഗതികൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിലോ അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സ് അനുസരിച്ച് നമ്മൾക്ക് എന്തെങ്കിലും ആക്ഷൻ ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് അൺറീസണബിൾ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷനും നമ്മുടെ രാജ്യത്ത് ഇല്ല. ഇക്വാളിറ്റി. All are equal before the law. The traditional social inequalities have to be ended. The government should ensure equal opportunity for all. Next one, fraternity, sahodharyam. All of us should behave as if we are members of the same family. നമ്മൾ എല്ലാവരും എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടവരാ? ഒരു സെയിം ഫാമിലിയിലെ മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യേണ്ടവരാണ്. നോ വൺ ഷുഡ് ട്രീറ്റ് എ ഫെലോ സിറ്റിസൺ ആസ് ഇൻഫീരിയർ. നമ്മുടെ ഫെലോ സിറ്റിസൺ അല്ല നമ്മുടെ കൂടെയുള്ള മറ്റൊരു പൗരനെ ഇൻഫീരിയർ ആയിട്ടല്ല വില കുറഞ്ഞ ആളായിട്ട് കണക്കാക്കാനായിട്ടുള്ള അധികാരം നമുക്ക് ഇല്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് മിയർലി എ സ്റ്റേറ്റ്മെന്റ് ഓഫ് വാല്യൂസ് ആൻഡ് ഫിലോസഫി. As we noted above, a constitution is mainly about embedding these values into institutional arrangements. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാല്യൂസ് ഫിലോസഫി ഉൾപ്പെടുന്ന ഒന്നും മാത്രമല്ല, ഈ വാല്യൂസിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്ന ഒന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Much of the document called the Constitution of India is about these arrangements. It is a very long and detailed document. Therefore, it needs to be amended quite regularly to keep it updated. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. Those who crafted the Indian Constitution felt that it has to be in accordance with the people's aspirations and changes in society. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ വ്യൂ എന്തുവായിരുന്നു? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ആസ്പിരേഷൻസും അതുപോലെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം. They did not see it as a sacred, static and unalterable law. അപ്പോൾ ഇവർ ഒരിക്കലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ് ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത സേക്രഡ് ആയിട്ടുള്ള ഒന്നായിട്ടല്ല ഇവർ കോൺസ്റ്റിറ്റ്യൂഷനെ കണ്ടത്. So, they made provisions to incorporate changes from time to time. These changes are called constitutional അമെൻമെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു പ്രൊവിഷനും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കാലാകാലങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തണമെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ്, അല്ലെ ആ ചേഞ്ചസിനെ പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. The Constitution describes the institutional arrangements in a very legal language. If you read the Constitution for the first time, it can be quite difficult to understand. അപ്പോൾ ഈ നമ്മുടെ ഈ ഗൈഡിങ് വാല്യൂസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ തറവായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. യെറ്റ് ദ ബേസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസൈൻ ഈസ് നോട്ട് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബേസിക് ഡിസൈൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്രയും ബുദ്ധിമുട്ടുള്ളതെന്നല്ല. Like any constitution, the Indian Constitution lays down a procedure for choosing persons to govern the country. മറ്റുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യേണ്ടത്, അല്ലെ ഓരോ വ്യക്തികളെയും ഗവൺമെൻറ് ഫോം ചെയ്യുന്നതിലേക്കായിട്ട് എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. It defines who will have how much power to take which decisions. അതുപോലെ തന്നെ ആരാണ് ഓരോ പവേഴ്സും ആരുടെ കയ്യിലാണ് ഓരോ പവേഴ്സും നിക്ഷിപ്തമായിരിക്കുന്നത്, അതോടൊപ്പം ആരാണ് ഓരോ ഡിസിഷൻസ് എടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. And it puts limits to what the government can do by providing some rights to the citizen that cannot be violated. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ലിമിറ്റ്സും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പോലുള്ള സിറ്റിസൺസിന് കുറച്ച് റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അതിനുള്ള സാഹചര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിച്ച് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് എന്ന് പറയുന്ന റൈറ്റ് തന്നെയുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും തോന്നുക നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതെങ്കിലും ഒരെണ്ണം വയലേറ്റ് ചെയ്യപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വി ക്യാൻ അപ്രോച്ച് ദ കോർട്ട്. നമുക്ക് കോർട്ടുകളെ സമീപിക്കാൻ പറ്റും. കാരണം എന്താ? നമുക്ക് ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ഒരു റൈറ്റ് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്.